ജെയിംസ് സാറേ, ഇറാന്റെ തീരത്ത് ഇങ്ങനെ ഓരോ ദിവസവും വലിയ സംഘർഷങ്ങളാണ്, ഓരോ ദിവസവും പ്രശ്നങ്ങളാണ്. പക്ഷെ വീണ്ടും ചർച്ച എന്നുള്ള അത് നല്ല രീതിയിൽ വരും എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുമ്പോൾ അടുത്ത ചർച്ചയും വരുന്നു അല്ലേ? വ്യാഴാഴ്ചയാണോ ചർച്ച? സ്മിത, ഇത് ഒരുപക്ഷെ അവസാനത്തെ സാധ്യതയാണ് ഈ യുദ്ധം ഒഴിവാക്കാനായിട്ട്. കാരണം ഒരു ചർച്ച പരാജയപ്പെട്ടു, ഇനി അവസാനത്തെ ചർച്ച എന്നുള്ള രീതിയിലാണ് ഇതിനെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ കാണുന്നത്. ഒമാൻ മുൻകൈയെടുത്താണ് അമേരിക്കയും ഇറാനും ആണവ കരാർ ചർച്ച ജനീവയിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ വ്യാഴാഴ്ച ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അത് പരാജയപ്പെട്ടാൽ ഒരു പക്ഷേ യുദ്ധത്തിലേക്ക് പോകുമെന്നുള്ള പ്രചരണം നടക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, അമേരിക്ക പറഞ്ഞിരിക്കുന്നത് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഒരു കോൺക്രീറ്റ് പ്രപ്പോസൽസ് അല്ലെങ്കിൽ വളരെ കൃത്യമായി രേഖാമൂലമുള്ള ഒരു പദ്ധതി ആണവ കരാർ സംബന്ധിച്ച് ഇറാൻ സമർപ്പിക്കണം, ഇല്ലെങ്കിൽ സൈനിക ആക്രമണം വേണ്ടി വന്നേക്കും എന്നുള്ള രീതിയിലുള്ള ഭീഷണി മുഴക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, 2003 ഇറാഖ് ആക്രമിച്ചപ്പോൾ ഉണ്ടായ ഏതാണ്ട് സൈനിക വിന്യാസമാണ് അമേരിക്ക ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതുപോലെ തന്നെ അറബിക്കടലിലൊക്കെ നടത്തിയിട്ടുള്ളത്. നമ്മൾ പറയുന്ന പോലെ വിമാനവാഹിനി യുദ്ധക്കപ്പലുകൾ 2 എണ്ണമാണ്. അതിൽ എല്ലാത്തിലും കൂടി ഏതാണ്ട് 165 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള യുദ്ധവിമാനങ്ങളും ഡിസ്ട്രോയറുകളും പിന്നെ കൂടാതെ 10-12 യുദ്ധക്കപ്പലുകൾ വേറെ. അപ്പോൾ 40,000 സൈന്യം, 8 ഗൾഫ് രാജ്യങ്ങളിലെ സേനാ താവളങ്ങളിൽ, ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ്. പക്ഷെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഇറാൻ സജ്ജമാണ്. ഇറാന് ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. ചൈനയുടെയും റഷ്യയുടെയും പിന്തുണയുണ്ട്. നേരത്തെ വെലുൻസിലെ ആക്രമിച്ചപ്പോൾ അത് അമേരിക്കയുടെ ബാക്ക് യാർഡിലാണെന്ന് പറഞ്ഞു. പക്ഷേ ചൈനയുടെ തൊട്ടടുത്താണ് ഇറാൻ. അതുകൊണ്ട് ചൈന വെറുതെ ഇരിക്കുമെന്നുള്ള പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഈ ചർച്ചയ്ക്ക് വലിയ പ്രാധാന്യം കൈവന്നിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇപ്പം ഇതൊക്കെ നടക്കുന്ന സമയത്താണ് ഇസ്രായേൽ ഒരു ഭാഗത്ത് ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇസ്രായേലിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ എത്തുന്നു. എൻ്റെ വലിയ പേഴ്സണൽ സുഹൃത്താണ്, പേഴ്സണൽ ഫ്രണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ഈ കൂടിക്കാഴ്ച അറബ് രാജ്യങ്ങളൊക്കെ ഉറ്റുനോക്കുകയാണ്. ഒരുപക്ഷെ സമാധാനമാണോ അതോ ഇസ്രായേൽ ഇന്ത്യയുമായി ചേർന്ന് തീവ്രവാദത്തിനെതിരെ വലിയ നടപടിയെടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിലൊക്കെ ഇപ്പോൾ ബംഗ്ലാദേശ് തീവ്രവാദികൾ ഇന്ത്യയിലൊക്കെ നുഴഞ്ഞു കയറിയതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ. അപ്പം അതുകൊണ്ട് കാര്യങ്ങൾ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനിയെയും മകനെയും വധിക്കുമെന്നാണ് ട്രംപ് ഭരണകൂടം ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഒരു ബങ്കറിലാണ്, അതെന്താവുമെന്ന് അറിയില്ല. എന്തായാലും അവിടുത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭം അതീവ രൂക്ഷമായതിന് ശേഷമാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി നടത്തിയ ഈ മണിക്കൂറുകൾ നടത്തിയ ഒരു ഓർമ്മ ചടങ്ങിൽ ഖമനിക്ക് മരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാനിൽ നടക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും പശ്ചിമേഷ്യ സംഘർഷ പൂരിതമാണ്. പ്രവിത, സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.